നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ പ്രാവ് പറന്നുന്ന റിസൾട്ടാണ് കേട്ടോ. ഇവരല്ല, ഇതോ അങ്ങറ്റത്ത് പോണവരുണ്ട് അവിടെ ആണതോ കണ്ടോ. അവർ രണ്ടുപേരുണ്ട്. സോ ജസ്റ്റ് ഞാൻ ചുമ്മാ കമ്പ് കാണിച്ചാണ് അവരങ്ങനെ പറക്കണം കേട്ടോ. പക്ഷെ ഇതിൽ 3 എണ്ണം ഇപ്പോൾ പറക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം എൻ്റെ ആണ്. പക്ഷെ അത് വേറെ ടീമിൻ്റെ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പറക്കണു. അവരിതാ കയറി പറക്കണുണ്ട്. പക്ഷെ അവർ ആ ടീം പോയിട്ടാണ് ജോയിൻ ചെയ്യാൻ. മിക്കവാറും എൻ്റെ പ്രാവ് മിസ്സാവാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്തിൽ നോക്കാം. അപ്പോൾ എന്തായാലും ഈ റിസൾട്ട് വീഡിയോയിൽ ബാക്കി കാണണമെങ്കിലേ ഇതാ പറക്കണുണ്ട്. ഇത് ഈ താന്ന് പറക്കണ അത്ര എൻ്റെ ആണ് കേട്ടോ. 2 എണ്ണം നോക്കണുണ്ടോ. അതെൻ്റെയാണ്. അതിൽ 2 എണ്ണം ഉണ്ട് അതിൻ്റെ കൂടെ. അത് 2 ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള 2 എണ്ണം എൻ്റെ അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരിൽ നിന്ന് ഈ റിസൾട്ട് കിട്ടും. പക്ഷെ ഇവർ സത്യം പറഞ്ഞാൽ സാധാരണ എല്ലാവരും പറത്തിക്കുന്നത് 2 കള്ളി തൊട്ട് 7 കള്ളിയുള്ള പ്രാവുകളാണ്. പക്ഷെ ഇത് ഏകദേശം അഡൽട്ട് പീജൻസ്. അതിൽ 1 എണ്ണം മുട്ട എത്തതാണ്. വേറെ ഒന്നതാ ഇവൻ്റെ ഫീമെയിലാണ്. ഇവർ 3 യവനെ പറപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ മറ്റേതിനെയും കൂടെ യവനെ കമ്മ് കാണിച്ച്. അപ്പോൾ യവൻ പറന്ന് എന്നിട്ട് മറ്റേ 2 കൂടെ വിട്ടു നോക്കിയതാണ് ചുമ്മാ. അപ്പോൾ എന്തായാലും റിസൾട്ട് ഉണ്ട്. ബാക്കിയും കൂടെ നോക്കാം. പക്ഷേ വേറെ പ്രശ്നമെന്ന് പറയുന്നത് ഇവരിപ്പോൾ കാണാനും ഇല്ല. അതുപോലെ ഞാൻ 2 എണ്ണത്തിനെ പറത്തിയുള്ളൂ. പക്ഷെ അതിൽ വേറൊരു പ്രാവും കൂടെ എൻ്റെ ആ ഒരു പ്രാവിൻ്റെ കൂട്ടത്തിലുണ്ട്. അതേതാണെന്ന് മനസ്സിലാവണില്ല. പക്ഷെ എന്നാലും ആ പ്രാവ് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക, സീനാവും. തോച്ച് പോണാണ്ടോ. അതിൽ 2 എണ്ണം എൻ്റെതാണ്. പക്ഷെ അതിൻ്റെ കൂടെ വേറൊന്നും കൂടെ ഉണ്ട്. കണ്ടോ, വേറൊന്നും കൂടെ ഉണ്ട്. അതെൻ്റെ അല്ല. അത് ആരെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വളർത്തും. അതിപ്പോൾ അതിൻ്റെ ഓണർ തേടി വന്നാൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇവർ ഈ മറ്റേ ഒരു ടീമുമായിട്ട് ജോനാ ഇതെൻ്റെ ആണ് കേട്ടോ. ഈ പ്രാവ് എൻ്റെയാണ്. ഈ പ്രാവ് എൻ്റെതാണ്. ഈ പ്രാവല്ല, അതെൻ്റെ അല്ല എടീ. അതെൻ്റെയാണ്. കാരണം അതിൻ്റെ വാലിൻ്റെ അറ്റം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അതെൻ്റെ പ്രാവാണ്. ആ വാലിൻ്റെ അറ്റം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ വേറെ പോണണ്ട, അതെൻ്റെതാണ്. അതിൻ്റെ കൂടെ ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്. പക്ഷെ അത് വേറെ പ്രാവാണ് കേട്ടോ. അത് വേറെ ആരോ പ്രാവാണ്. അതെനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് 2 എണ്ണം എൻ്റെയാണ്. അങ്ങോട്ട് പോകണം 2 എണ്ണം എൻ്റെയാണ്. 1 എണ്ണം ഇങ്ങോട്ട് പോകുന്നുണ്ട്. അത് വേറെ ആരെയാണ്. കണ്ടേ പോണണ്ട. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്. അതിന് മുന്നേ പറത്തിയത് 2 സെക്കൻഡ് ആകും, അതായത് 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പം തന്നെ ഇത് ഇറങ്ങി വരും. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും രീതിയിൽ റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിലെ പറമ്പെന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് കേട്ടോ. എന്തായാലും നോക്കാം. 3-4 മിനിറ്റ് ആയി ഓൾറെഡി. എന്തായാലും ഇത് ഇറങ്ങോ ഇല്ലേന്ന് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോർമൽ തിങ് ആയിരിക്കും. കാരണം എൻ്റെ ചിലവർ കാണുന്നവർ ചിലവർ പ്രാവ് വളർത്തുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് ഇനി എത്തിയട്ടാ. അവർ 2 എണ്ണം എൻ്റെയാണ്. ഉറപ്പാകണ്ട. അവനും പോയി. അവൻ ഗൈഡ് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കും. പക്ഷെ അതിൽ 1 എണ്ണം എൻ്റെ അല്ല. എനിക്കൊന്നും അതാണെന്ന് തോന്നുന്നു എൻ്റെ അല്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ പൊളിക്കും. നിങ്ങൾക്കിത് ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും. കാരണം നിങ്ങൾ മിക്കവരിലും പ്രാവ് വളർത്തുന്നവരെ കാണാതിരിക്കാം. അവരിങ്ങനെ പറപ്പിച്ച് കുറേ റിസൾട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ റിസൾട്ട് ചെയ്യണത്. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് പ്രാവ് പറക്കാൻ തുടങ്ങിയിട്ട്. ചിലവർക്ക് 4 മണിക്കൂർ പറക്കണവരെ പ്രാവാണ്. എന്തായാലും എനിക്കിതൊരു സന്തോഷമുള്ള കാര്യം കേട്ടോ. എന്തായാലും മറ്റവനും ഗൈഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. കിട്ടുമല്ലേ നമുക്ക് നോക്കാം. കണ്ടേ എൻ്റെ പ്രാവളതാ ഇറങ്ങി തുടങ്ങി. പക്ഷെ ഒരുത്തനും കൂടെ ഉണ്ട്. ഇത് കണ്ടിട്ട് 2 മെയിലാണ് ഇപ്പോൾ പറയണത്. അതായത് ഒരു ഫീമെയിൽ ഒരു മെയിലിനായിട്ടാണ് വിട്ടത്. പിന്നെ നമ്മുടെ ഗൈഡിങ് പ്രാവും. ഇത് 2 എൻ്റെ തന്നെ. അതിൽ ഒരുത്തൻ ഞാൻ ഇപ്പോൾ പറക്കാൻ വിട്ടതാണ് കേട്ടോ. പക്ഷെ ഇനി 2 എണ്ണം ഉണ്ട്. ഇനിയും 2 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് 2 പ്രാവും കൂടെ ഒരു പ്രാവും കൂടെ ഉണ്ട് നമ്മളെ ആയിട്ട്. അതിനി എവിടെയാണോ എന്തോ. ഓക്കെ, അത് 2 എന്താ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാ 2 പ്രാവ് തന്നെയാണ്. സോ ഒരാൾ ഇതായിരിക്കണ്, ഒരാൾ ഇതായി നിൽക്കണ്. പക്ഷെ ഇതിൽ വേറൊരാളും കൂടെ ഉണ്ട്. ആളെനിക്ക് എർലാടിൻ തൂക്കിയൊന്നും അറിഞ്ഞുകൂടാ. എർലാടിൻ എന്ന് പറയുന്നത് പ്രാവ് വളർത്തുന്നവർക്ക് ഏറ്റവും വലിയൊരു ശത്രുവാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഫീമെയിൽ പ്രാവിനെ ഇറക്കി ഇവരെ 2 പേരും ഇറക്കാൻ നോക്കാൻ കഴിച്ചു. പക്ഷെ ഒരുത്തൻ ഇറങ്ങിയട്ടാ. ഇനി ഒരുത്തനും കൂടെ അവൻ്റെ വീണ്ടും പോയി. അവൻ്റെ ഫീമെയിൽ അതാണെന്നൊരു ചാൻസിലേ ഉള്ളൂ. അവിടെ ഒരെണ്ണം പറക്കണം.